ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ശ്രീകുട്ടിക്ക് അരുൺ ഭക്ഷണം വാരിക്കൊടുക്കുന്നത് കണ്ടിട്ട് സഹിക്കാനാകാതെ വസുന്ധര അരുണിനെ കുറ്റം പറയുന്നുണ്ട്. അരുണിനെ മുകളിലേക്ക് പറഞ്ഞു വിടുകയും ശ്രീകുട്ടിയോട് ഒറ്റയ്ക്ക് കഴിക്കാനും പറയുന്നു. എന്നിട്ട് വസുന്ധര മനസ്സിൽ വിചാരിക്കുന്നു, ഇത് അരുണിന്റെ കുഞ്ഞാണെന്ന് ഇതുവരെ അവൻ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് തന്നെ ഈ കുട്ടിയോട് ഇത്രയ്ക്ക് സ്നേഹം കാട്ടുകയാണ്. ഇനി മകളാണെന്ന് തിരിച്ചറിഞ്ഞാലോ? ഈശ്വര, ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. ഇല്ല, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് സമ്മതിക്കില്ല എന്നൊക്കെ വസുന്ധര പറയുന്നുണ്ട്. വിഷമത്തോടെ ആ ഭക്ഷണം കഴിക്കുകയാണ് ശ്രീകുട്ടിയും. ശേഷം കാണിക്കുന്നത് ഐശ്വര്യ മേക്കപ്പ് ചെയ്യാണ്. എന്നിട്ട് ഒറ്റയ്ക്ക് സംസാരിക്കുന്നു. ഇനി പാലിൽ കുങ്കുമപ്പൂ ഇട്ട് ഡെയിലി കുടിക്കണം. മിസ് കേരളയായിരുന്നു, ആ പഴയ ഗ്ലാമർ പോയാൽ പറ്റില്ല എന്നൊക്കെ ഒറ്റയ്ക്ക് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം അവിടേക്ക് വരികയാണ് വസുന്ധര. ആ പഴയ സൗന്ദര്യമൊന്നും പോയിട്ടില്ല എന്നും പറയുന്നുണ്ട്. നീ ഇവിടെ എന്തെടുക്കുക എന്ന് ചോദിച്ച് വസുന്ധര അവിടേക്ക് വന്നു. അമ്മയെ കണ്ണാടി അല്ല, കണ്ണിൽ ഒരു കരട് വീണു, അത് നോക്കുമായിരുന്നു എന്ന് ഐശ്വര്യ പറയുന്നുണ്ട്. നീ ഇന്ന് ഓഫീസിലേക്കൊന്നും പോയില്ലേ എന്നെ വസുന്ധര പറഞ്ഞപ്പോൾ, അമ്മേ അതിന് ഞാൻ റെഡി ആവുമായിരുന്നു, അപ്പോഴാണ് ഈ കരട് കണ്ണിൽ എന്നൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട്. ഓഫീസിലെ കാര്യങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ഞാൻ നോക്കിക്കോളാമെന്ന് വസുന്ധര പറയുന്നു. എന്താ അമ്മേ, അവിടെ എന്തെങ്കിലും പ്രോബ്ലംസ് അല്ലെങ്കിൽ ഞാൻ എഫിഷ്യൻ്റ് അല്ലെന്ന് അമ്മയ്ക്കും തോന്നി തുടങ്ങിയോ എന്നും ഐശ്വര്യ ചോദിച്ചപ്പോൾ വസുന്ധര പറയുന്നു, ഏയ് അങ്ങനെയല്ല, നീ മരുണും കൂടി എവിടെയെങ്കിലും ചുറ്റി അടിച്ചിട്ട് വാ. സ്വിറ്റ്സർലൻഡോ മറ്റേതെങ്കിലും യൂറോപ്യൻ കൺട്രീസോ എവിടെ വേണമെങ്കിലും സെലക്ട് ചെയ്തോളൂ. വിസയ്ക്കും ടിക്കറ്റിനും വേണ്ടുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ ഐശ്വര്യ ചോദിക്കുന്നുണ്ട്, അമ്മ പറഞ്ഞത് സത്യമാണോ എന്ന്. അതെ, അതിന് വേണ്ട എക്സ്പെൻസ് ഒക്കെ അത് എത്രയാണെങ്കിലും ഞാൻ ഏറ്റു എന്നും വസുന്ധര പറയുന്നു. റിയലി എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ വസുന്ധരയെ കെട്ടിപ്പിടിക്കുകയാണ് ഐശ്വര്യ. പക്ഷേ ഇത് പറഞ്ഞ അരുൺ സമ്മതിക്കോ? ഇപ്പോൾ വല്ലാത്തൊരു മൂഡിലാണ് എപ്പോഴും അരുൺ എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നുണ്ട്, അവനെ നീ സമ്മതിക്കണം. ഞാനും പറയാം. യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എനിക്കൊരു സന്തോഷ വാർത്തയായിട്ട് വേണം മോള് വരാൻ. എന്താ അമ്മയത് എന്ന് ഐശ്വര്യ ചോദിച്ചപ്പോൾ വസുന്ധര പറയുന്നുണ്ട്, നിങ്ങളെ വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ, അപ്പോൾ ഒരു കുഞ്ഞിനെ ലാളിക്കാൻ അച്ഛമ്മ എന്ന നിലയിൽ എനിക്ക് മോഹമുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ ഐശ്വര്യയുടെ മുഖം മാറി. വസുന്ധര പറയുന്നു, പിന്നെ അരുണിനെ ഞാൻ ശ്രദ്ധിക്കുകയാണ്, അവന് എന്തോ ഒരു ടെൻഷനുണ്ട്. നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ കളിയും ചിരിയൊക്കെ ആയിട്ട് അരുൺ മൊത്തത്തിലൊരു ഹാപ്പി ആയേനെയായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് കൂടുതൽ ഡീപ്പാവാൻ ഒരു കുഞ്ഞിൻ്റെ സാന്നിധ്യം അത്യാവശ്യമാണ്. അത് പ്രകൃതി നിയമമല്ലേ? അതുകൊണ്ട് ഇന്ന് തന്നെ അരുണുമായിട്ട് ആലോചിക്ക്. രണ്ടാൾക്കും ഇഷ്ടപ്പെട്ട സ്ഥലം ഫിക്സ് ചെയ്യുക. ഇനി ഒന്നിനും താമസം വേണ്ട എന്നും വസുന്ധര പറയുന്നു. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് മോൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്നും ചോദിച്ചപ്പോൾ ഐശ്വര്യ ഒരു ചമ്മിയ മുഖത്തോടെ പറയുന്നു, അതെ അമ്മയെന്ന്. അപ്പോൾ രണ്ടാളും ആ സന്തോഷ വാർത്തയോടെ തിരിച്ചെത്തണം എന്ന് പറഞ്ഞിട്ട് വസുന്ധര അവിടെ നിന്ന് പോകുന്നു. ഐശ്വര്യ പറയുന്നു, ഇതിപ്പോൾ കഴിച്ചിട്ട് ഇറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയാണല്ലോ. ട്രിപ്പൊക്കെ ഓക്കെ, പക്ഷേ പ്രഗ്നൻ്റ് ആവുന്ന കാര്യം ചിന്തിക്കാൻ പോലും വയ്യ. എൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടാൻ പാടില്ല എന്നും ഐശ്വര്യ വിചാരിക്കുന്നുണ്ട്. ഒരിക്കലും ഞാനിത് അംഗീകരിക്കില്ല എന്നും പറയുന്നു. ഇതേസമയം ശ്യാമയാണെങ്കിൽ അഖിലിന് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നു. അഖിൽ ശ്യാമയ്ക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നു. എനിക്ക് കൈക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ എടുത്ത് കഴിച്ചോളാമെന്ന് ശ്യാമ പറഞ്ഞപ്പോൾ, അത്ര റിസ്ക് എടുക്കണ്ട, ഞാനില്ലേ ഇവിടെ എന്ന് പറഞ്ഞ് അഖിൽ ശ്യാമയ്ക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. അമ്മ ഇവിടെ ഇല്ലാത്തതാണ് പ്രശ്നം, ഇല്ലെങ്കിൽ അമ്മ വിളമ്പി തന്നേനെ, വെറുതെ സാറിനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു, ശ്യാമയ്ക്ക് വിളമ്പി തരാൻ എനിക്കെന്താ ബുദ്ധിമുട്ട്, ശ്യാമയ്ക്ക് വിളമ്പി തരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാൽ സാറ് കഴിക്കേന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നുണ്ട്, ആദ്യം ശ്യാമ കഴിക്കേ, പിന്നീട് ഞാൻ കഴിച്ചോളാം, വേണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് ശ്യാമയെ നിർബന്ധിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ അഖിൽ. എന്നാൽ ഒറ്റയ്ക്ക് കഴിക്കാൻ സാധിക്കുന്നില്ല, കൈ നന്നായിട്ട് വേദന എടുക്കുന്നു. വേദനയുണ്ടോ? എന്നാൽ സാരമില്ല, ഞാൻ എടുത്തു തരാമെന്ന് അഖിൽ പറയുന്നു. എന്ത് എന്ന് ശ്യാമ ചോദിച്ചപ്പോൾ, എടോ ഞാൻ ഭക്ഷണം വാരിത്തരാന്നാ പറഞ്ഞത്, സാർ ആരെങ്കിലും കാണുമെന്ന് ശ്യാമ പറയുന്നു. കണ്ടാലെന്താ എന്ന് പറഞ്ഞ് ശ്യാമയ്ക്ക് അഖിൽ ഭക്ഷണം വാരി കൊടുക്കുന്നു. പുഞ്ചിരിയോടെയും സന്തോഷത്തോടെയും അവൻ ഭക്ഷണം കഴിക്കുകയാണ് ശ്യാമ. നല്ല രുചി എന്ന് ഭക്ഷണം കഴിച്ച ശേഷം ശ്യാമ പറയുന്നു, അമ്മയുണ്ടാക്കിയ കറിയാണ്, അതിൻ്റെ ടേസ്റ്റാണ് എന്ന് അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, അല്ല, ഇപ്പോഴേ ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിറയെ സ്നേഹമാണ്, അതുകൊണ്ടാ. എന്നാൽ ഈ സ്നേഹം വീണ്ടും കഴിച്ചു എന്ന് പറഞ്ഞ് ശ്യാമയ്ക്ക് വീണ്ടും ഭാര്യ കൊടുക്കുകയാണ് അഖിൽ. എനിക്ക് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചെങ്കിലും ഒരുപാട് സൗഭാഗ്യങ്ങൾ കിട്ടി. എന്നെ ഇഷ്ടപ്പെട്ട ഒരാൾ എന്നെ സഹായിക്കുന്നു, തലതോർത്തി കുളിപ്പിച്ചു, പിന്നിതാ ഭക്ഷണവും വാരിത്തരുന്നു എന്നൊക്കെ പുഞ്ചിരിയോടെ ശ്യാമ അഖിലിനോട് പറയുന്നു. ആ സമയം ശ്യാമയ്ക്കൊരു കോൾ വന്നു. വിളിക്കുന്നത് GK സാറാണ്. റിയാലിറ്റി ഷോ ഫസ്റ്റ് തുടങ്ങാൻ ഇനി ദിവസങ്ങളില്ല, നല്ല കോമ്പറ്റീഷൻ ആയിരിക്കും, അതിന് തയ്യാറെടുപ്പ് വേണം, അത്ര ഈസിയായി വിൻ ചെയ്യാൻ സാധിക്കില്ല. കണ്ടസ്റ്റൻസ് എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. മാനസ എന്നൊരു കുട്ടി, നല്ല പ്രാക്ടീസ് ചെയ്യൂ, മറക്കണ്ട. എല്ലാവരും ശ്രദ്ധിക്കുന്ന ഷോയാണ്, നല്ല രീതിയിൽ പെർഫോം ചെയ്യണം. ശ്യാമയ്ക്ക് രക്ഷപ്പെടാൻ ദൈവം കാണിച്ചു തന്ന വഴിയാണിത്
എന്നും GK സാറ് ശ്യാമയോട് പറഞ്ഞപ്പോൾ സാറ് കാണിക്കുന്ന കരുതൽ ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് ശ്യാമ അദ്ദേഹത്തോട് പറയുന്നുണ്ട്. ശ്യാമയുടെ വിജയം എൻ്റെ കൂടി അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. ജയിക്കാൻ വേണ്ടി പെർഫോം ചെയ്യുക, അത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് GK സാറ് ഫോൺ വെച്ചു. ശ്യാമ അഖിലോട് പറയുന്നുണ്ട്, സാറ് പറഞ്ഞത് ശരിയാണ്, എനിക്ക് വിജയിച്ചേ പറ്റൂ, അതിനുവേണ്ടിയാണ് ഇനി എൻ്റെ ശ്രമം. അതൊക്കെ ശരി, എന്നാലും താൻ ഈ ഒരു വായും കൂടെ കഴിക്കേ എന്ന് അഖിൽ പറയുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം വീണ്ടും ശ്യാമയ്ക്ക് വാരിക്കൊടുക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ഐശ്വര്യ ഓഫീസിലേക്ക് വരുന്നു. ജാസ്മിനും അടയ്ക്ക് വരുന്നു. ജാസ്മിൻ എന്ന അശ്വതി. ഓ എത്തിയോ എന്ന് ഐശ്വര്യ ജാസ്മിനോട് ചോദിക്കുന്നു. എത്തി മേഡം, ഞാൻ നേരത്തെ എത്തി, മേഡം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു എന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. ഓ എന്നെ കണ്ടാൽ കുറച്ച് ബഹുമാനമൊക്കെ വേണം, കുറഞ്ഞ പക്ഷം ഒരു ഗുഡ് മോർണിംഗ് അതെനിക്ക് നിർബന്ധമാണെന്നും ഐശ്വര്യ പറയുന്നുണ്ട്. ഗുഡ് മോർണിംഗ് മേഡം എന്ന് ജാസ്മിനും പറയുന്നു. ഇനി ഇത് മറക്കണ്ട, ആദ്യം പോയി എനിക്കൊരു ഗ്രീൻ ടീ എടുത്തിട്ട് വാ എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അത് മേഡം എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ ഒരു പരുങ്ങലോടെ നിൽക്കുന്നു. എന്താ പറ്റില്ലേ എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ ഐശ്വര്യയ്ക്ക് ഗ്രീൻ ടീ എടുക്കാൻ പോവുകയാണ് ജാസ്മിൻ. അപ്പോഴാണ് അരുൺ അതുവഴി വരുന്നത്. രണ്ടുപേരും പരസ്പരം കാണുന്നു. രണ്ടുപേരും ഒന്ന് നോക്കിയതിന് ശേഷം അവരവരുടെ വഴിക്ക് പോകുന്നുണ്ട്. അരുൺ ഐശ്വര്യയുടെ ക്യാമ്പിലേക്ക് വന്നിട്ടുണ്ട്. അല്ല, അരുൺ എന്താ രാവിലെ പതിവില്ലാതെ എന്ന് ഐശ്വര്യ ചോദിച്ചപ്പോൾ അരുൺ പറയുന്നുണ്ട്, ഓഫീസ് കാര്യം കൂടുതലായി ശ്രദ്ധിക്കണമെന്ന് അമ്മ പറഞ്ഞിരുന്നു, അല്ലാതെ അരുൺ റെക്കമെൻഡ് ചെയ്ത പുതിയ സ്റ്റാഫിനെ കാണാനല്ല എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു, ഐശ്വര്യ എന്തൊക്കെയായി പറയുന്നതെന്ന് ഞാൻ മനസ്സിലുള്ളത് തുറന്നു പറയും, അരുണിനെ എന്നെ അറിയാലോ എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു, ഐശ്വര്യ ഇത് വീടല്ല, അങ്ങനെ വേണ്ടാത്ത ചിന്തകൾ അരുണിൻ്റെ മനസ്സിൽ തോന്നാതിരിക്കാൻ മുൻകൂട്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് ഐശ്വര്യ പറയുമ്പോൾ അവിടേക്ക് ചായയുമായി വന്നിരിക്കുകയാണ് ജാസ്മിൻ. 2 കപ്പ് കൊണ്ടുവന്നിരിക്കുന്നു. ഐശ്വര്യ പറയുന്നു, ഞാൻ നിന്നോട് 1 കപ്പല്ലേ കൊണ്ടുവരാൻ പറഞ്ഞുള്ളൂ എന്ന്. അല്ല, ഈ സാർ അപ്പോഴും വരുന്നത് കണ്ടായിരുന്നോ എന്ന് പറഞ്ഞ് രണ്ടുപേരും പരസ്പരം നോക്കുന്നു. ഇങ്ങ് തന്നേക്ക് നിന്ന് കഷ്ടപ്പെടണ്ട എന്ന് ഐശ്വര്യ പറയുന്നു. അങ്ങനെ ജാസ്മിൻ ആ ചായ ഐശ്വര്യയ്ക്ക് കൊടുത്തു. 1 കപ്പ് ജാസ്മിൻ അരുണിനും കൊടുത്തിട്ടുണ്ട്. ഞാനിനി എന്താ ചെയ്യേണ്ടത് എന്ന് ജാസ്മിൻ ചോദിച്ചപ്പോൾ ഐശ്വര്യ പറയുന്നു, ആദ്യം ആ ഷെൽഫിലെ ഫയലൊക്കെ ഒന്ന് അടുക്കി വയ്ക്കും, ഇവിടെ നിനക്കിങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ചിലപ്പോൾ തൂക്കേണ്ടി വരും, ചായ ഉണ്ടാക്കി തരേണ്ടി വരും, ടേബിളെല്ലാം ക്ലീൻ ചെയ്യണം, പിന്നെ നീ BCom ആണെന്നല്ലേ പറഞ്ഞത്, അത്യാവശ്യം കണക്കുകളൊക്കെ നോക്കണം, മനസ്സിലാവുന്നുണ്ടോ? എന്താ നിന്റെ നാവ് പൊങ്ങില്ലേ എന്നൊക്കെ ഐശ്വര്യ ചോദിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി നിന്നാൽ നിനക്ക് കൊള്ളാം, എനിക്കൊരു ഇഷ്ടക്കേട് തോന്നിയാൽ ആ നിമിഷം നിന്നെ ഞാൻ പിരിച്ചുവിടും, മനസ്സിലായോ? പിന്നെ നിന്റെ ശമ്പളത്തിൻ്റെ കാര്യം അത് നിന്റെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും, അപ്പോൾ ഞാൻ നിശ്ചയിക്കും. സമ്മതമാണോ എന്നും ചോദിച്ചപ്പോൾ സമ്മതമാണ് എന്ന് ജാസ്മിൻ പറയുന്നു. ഐശ്വര്യ, എനിക്ക് ശരിക്കും അറിയാവുന്ന ആളാണിത്, ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടുള്ള ആളല്ല, ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാണ് ഐശ്വര്യ കുറച്ചുകൂടി സോഫ്റ്റായിട്ട് പെരുമാറണം. ഇത് കേട്ട് ഐശ്വര്യ പറയുന്നു, എനിക്കിപ്പോൾ ഇങ്ങനെ പെരുമാറാനേ സാധിക്കൂ, അത് ഇഷ്ടമായില്ലെങ്കിൽ ഇവള് പോയിക്കോട്ടെ. അരുൺ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് പിന്നെ കുറച്ച് സിമ്പതിയുടെ പേരിലും ആണ് ഈ ജാസ്മിനെ ഇവിടെ ഞാൻ ജോലിക്കെടുത്തത്. ഇവളോട് അരുണിൻ്റെ സിമ്പതി ഇനിയും കൂടിയാൽ ആ നിമിഷം ഇവൾ പുറത്താകും. ഇങ്ങനെ നിന്നാൽ പറ്റില്ല, ഇവിടെയെല്ലാം നന്നായി തുടച്ച് വൃത്തിയാക്കണം എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുൺ പോകാനായി എണീക്കുന്നു. അല്ല, അരുൺ പോകുവാണോ? എനിക്ക് ഒരു പ്രത്യേക കാര്യം പറയാനുണ്ടെന്നും ഐശ്വര്യ പറയുന്നുണ്ട്. എന്നാൽ അത് കേൾക്കാതെ അരുൺ അവിടെ നിന്ന് പോകുന്നു. ഐശ്വര്യ അത് കണ്ട് ജാസ്മിൻ വല്ലാത്ത ഒരു നോട്ടം നോക്കുകയാണ് അരുണിനെ. ഇത് കണ്ടിട്ട് ഐശ്വര്യ ചോദിക്കുന്നുണ്ട്, നീ എന്താ വിഷമിച്ച പോലെ നോക്കുന്നത്? ആ പോയതേ എൻ്റെ ഭർത്താവാണ്, അപ്പോൾ നോക്കാനേ ഞാൻ തന്നെ ധാരാളം, മനസ്സിലായോ? ആലോചിച്ച് നിൽക്കാതെ പോയി ജോലി എന്താന്ന് വെച്ചാൽ ചെയ്യപ്പോ. അങ്ങനെ ഐശ്വര്യ ജാസ്മിനെ പറഞ്ഞു വിടുന്നു. ജാസ്മിൻ ഇവിടെ നിന്ന് പോയതിനു ശേഷം ഐശ്വര്യ വിചാരിക്കുന്നുണ്ട്, ആണുങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ്, ഒന്ന് പിടിച്ചു നിർത്തിയില്ലെങ്കിൽ പുതിയ പെൺപിള്ളേരെ കണ്ടാൽ മനസ്സ് പിടിവിടും, അത് മനസ്സിലാക്കേണ്ടത് നമ്മൾ സ്ത്രീകളാണ്. ശേഷം കാണിക്കുന്നത് ശ്രീകുട്ടി വീട് മുഴുവനും നടന്നു കാണുന്നു, വീട്ടിലെ സാധനങ്ങളും നോക്കുന്നുണ്ട്. വസുന്ധര അത് ശ്രദ്ധിക്കുന്നു. അവിടെ ഒരു ഫ്ലവർ ബോട്ടിൽ എടുത്ത് നോക്കുമായിരുന്നു. അപ്പോഴാണ് വസുന്ധര എന്താടി ഇവിടെ എന്ന് ദേഷ്യത്തോടെ ശ്രീകുട്ടിയോട് പറയുന്നത്. പെട്ടെന്ന് ശ്രീകുട്ടിയുടെ കയ്യിലിരുന്ന ആ ഫ്ലവർ ബോട്ടിൽ താഴെ വീഴുന്നു പൊട്ടിപ്പോയി. എൻ്റെ ഈശ്വര, നല്ല വിലപിടിപ്പുള്ള ഷോപ്പീസായിരുന്നു, അത് നീ പൊട്ടിച്ചു അല്ലേ എന്നെ വസുന്ധര പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് ശ്രീകുട്ടി പറയുന്നു, പേടിച്ചിട്ടാണെന്ന്. എന്താ ഇത് കണ്ടപ്പോൾ നീ അങ്ങ് പേടിച്ചു പോയോ എന്നെ വസുന്ധര പറഞ്ഞപ്പോൾ ശ്രീകുട്ടി പറയുന്നു, അല്ല ശബ്ദം കേട്ട് പേടിച്ചതാണ്, അപ്പോൾ അത് എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു, ആവശ്യമില്ലാത്ത ഓരോന്ന് എടുക്കാൻ പോയ എന്തിനാണെന്നും വസുന്ധര ചോദിക്കുന്നുണ്ട്. ആ സമയം ഐശ്വര്യയും അവിടേക്ക് വരുന്നു. ഓരോ കുരുത്തക്കേട് കാണിച്ചിട്ട് നിന്ന് ചിണുങ്ങുന്നത് കണ്ടോ, നല്ല തല്ല് കിട്ടാഞ്ഞിട്ടാ, വെറുതെ മറ്റുള്ളവർക്ക് ശല്യമുണ്ടാക്കാൻ വേണ്ടി ഒരു കുഞ്ഞു വന്നിരിക്കുന്നു, ഒരു പുന്നാര മോള്. അമ്മ എത്രയും പെട്ടെന്ന് ഇവിടെ എവിടെയെങ്കിലും കൊണ്ടാക്കണമെന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നുണ്ട്, ഞാൻ എത്രയും പെട്ടെന്ന് ഓരോന്ന് ചെയ്യുന്നുണ്ടെന്ന്. ഉടനെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറ്റുമെങ്കിൽ അത്രയും നല്ലത്, മനുഷ്യൻ്റെ സ്വസ്ഥത കെടുത്താൻ വേണ്ടി വന്ന് കയറിയിരിക്കുകയാണ് ഓരോ മാരണങ്ങൾ. എനിക്ക് എൻ്റെ അമ്മയെടുത്ത് പോകണോ എന്ന് കരഞ്ഞുകൊണ്ട് ശ്രീകുട്ടി പറയുന്നു. അമ്മ നിന്ന് ചിണുങ്ങാതെ ഒന്ന് പോടി.
എന്നൊക്കെ ഐശ്വര്യ പറയുന്നു. അമ്മയെ കാണണം, എൻ്റെ അമ്മയെ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് വീണ്ടും ശ്രീകുട്ടി പറയുന്നുണ്ട്. അത് കണ്ട് രണ്ടുപേരും ദേഷ്യത്തോടെ തന്നെ നിൽക്കുകയാണ്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.